കേരളത്തിൽ നിന്നുള്ള ചില വിമാനങ്ങൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമുക്കറിയാം. ദുബായ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് ഇതുവരെ റദ്ദാക്കിയ വിമാനങ്ങളുടെ പട്ടിക ഇങ്ങനെയാണ്. ഇൻഡിഗോ വിമാനം 6E1473 അത് 2 മണിക്കുള്ള വിമാനമായിരുന്നു, അത് റദ്ദാക്കി. 6E65 കോഴിക്കോട് ജിദ്ദ വിമാനം 4:25 അത് റദ്ദാക്കിയിട്ടുണ്ട്. 6E1435 അബുദാബി കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന വിമാനം അത് 1:25 അത് റദ്ദാക്കിയിട്ടുണ്ട്. അത് ഇൻഡിഗോ വിമാനങ്ങളാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ റദ്ദാക്കിയത് IX343 കോഴിക്കോട് ദുബായ് വിമാനം, IX321 കോഴിക്കോട് റിയാദ് വിമാനം, IX397 കോഴിക്കോട് ജിദ്ദ വിമാനം, IX385 കോഴിക്കോട് തമാം വിമാനം, സ്പൈസ് ജെറ്റിന്റെ SG53 എന്ന് പറയുന്ന കോഴിക്കോട് ദുബായ് വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ ഖത്തറിലേക്കും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും ഒരറിയിപ്പ് വരെ ഉണ്ടാകുന്നത് വരെ കോഴിക്കോട് നിന്ന് റദ്ദാക്കിയിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അക്ഷയ കൂടി ചേരുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അക്ഷയ, അവിടെ റദ്ദാക്കിയ വിമാനങ്ങൾ, ഒപ്പം തന്നെ ഏതെങ്കിലും വിമാനങ്ങൾ പാതി വഴിയിൽ നിന്ന് തിരികെ വിളിക്കുന്ന സാഹചര്യം കൂടി അവിടെ തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ടാവും. മഹേഷ്, അതായത് നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 4 വിമാനങ്ങളാണ് ഇവിടെ റദ്ദാക്കിയിട്ടുള്ളത്. അതായത് IX573 ദോഹയിലേക്കുള്ള വിമാനമാണ്. മറ്റൊന്ന് പറയുന്നത് IX529 അതും ദുബായിലേക്കുള്ള വിമാനം തന്നെയാണ്. പിന്നൊന്ന് G9443 എന്ന് പറയുന്ന ഷാർജയിലേക്കുള്ള ഒരു വിമാനവും അതുപോലെ തന്നെ 3L249 എന്ന് പറയുന്ന അബുദാബിയിലേക്കുള്ള ഈ 4 വിമാനങ്ങളാണ് നിലവിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ക്യാൻസൽ ചെയ്തതായിട്ട് അറിയിക്കുന്നത്. നമുക്ക് കാണാനാവും ചുറ്റും തന്നെ വിമാനയാത്രക്കാർ എന്തായാലും തന്നെ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് ലോകമാകെ ഒരു സാഹചര്യം, ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ യാത്രക്കാരും വലഞ്ഞിരിക്കുന്നത്. അതായത് UAE-യിലേക്കുള്ള വ്യോമപാത അടച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള പല വിമാനങ്ങളും റദ്ദ് ചെയ്യപ്പെടുന്നത്. കരിപ്പൂരും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിലും സ്ഥിതി സമാനമാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെയും സ്ഥിതി വ്യത്യസ്തമല്ല. അതായത് ഒരുപാട് യാത്രക്കാരാണ് ഈ എയർപോർട്ടിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. എന്തായാലും 4 വിമാനങ്ങളാണ് ഇവിടെ നിന്ന് നിലവിൽ ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ മഹേഷ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഏതെങ്കിലും വിമാനങ്ങൾ തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് പോയ എയർ അറേബ്യ വിമാനം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും നിരവധി യാത്രക്കാരാണ് ഇവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ, എന്താകുമെന്നറിയാതെ ഇവിടെ ഇങ്ങനെ അവർ നിൽക്കുകയാണ്. മഹേഷ്, ഓക്കെ, അക്ഷയ റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് നിലവിൽ 4 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. IX573 അത് ദോഹയിലേക്ക് പോകുന്ന വിമാനമായിരുന്നു. 5:15 പോകേണ്ട വിമാനം, 5:15 ഇപ്പോൾ യാത്ര തിരിക്കേണ്ട വിമാനമായിരുന്നു. അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. IX529 ദുബൈയിലേക്ക് പോകുന്ന 6 മണിക്ക് പോകേണ്ടിയിരുന്ന വിമാനം അത് റദ്ദാക്കിയിരിക്കുന്നു. യെസ്, അവിടെ യാത്രക്കാരുടെ പ്രതികരണത്തിലേക്ക് പോകാം. അക്ഷയ, ആപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഇൻഫർമേഷൻ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് നിൽക്കണോ പോകണോ എന്നുള്ളത് അറിയാൻ വേണ്ടി. എങ്ങോട്ടാണ് പോകേണ്ടത്? അബുദാബിയിലേക്ക്. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു പറഞ്ഞു. ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. എല്ലാ ഫ്ലൈറ്റും ക്യാൻസൽ ആണെന്ന് പറഞ്ഞു. കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പുള്ളിയുടെ കൂടെ വന്നേ ഞങ്ങൾ ഒരു കൺഫർമേഷനും തന്നിട്ടില്ല അതുവരെ. ഇനി എന്താ ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുമോ? ഞങ്ങൾ ഇനി 3 മണിക്കൂർ യാത്ര ഉണ്ട് അവിടെ ചെല്ലണേ. കൂടുതൽ വരെ പോകണം. ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. കൂടുതൽ പത്തനംതിട്ട കൂടുതൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് ഇത് അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്നൊരു വരവൊന്നും നടക്കത്തില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇന്നോ നാളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ആൾക്കാരടുത്ത് ചോദിച്ചിരുന്നു, അധികൃതരെടുത്ത് ചോദിച്ചിരുന്നു. അവര് കുഴപ്പമില്ലാത്ത രീതിയിലാണ് റിപ്ലൈ ആയിരുന്നത്. കാരണം നമുക്കറിയാം സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. പക്ഷേങ്കിൽ നമുക്കിനി അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണെന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. ഇപ്പൊ ഈ വ്യോമപാത അടച്ച സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട ഇവരുടെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അതിപ്പം അടുത്ത ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ് ഇനി ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനിപ്പം അവരൊരു നമ്പർ തന്നു, അവർ വിളിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവർ ഫോൺ ബിസിയാണ്. അവരുടെ കുറ്റമാണോ? എല്ലാവരും വിളിക്കുന്നുണ്ടാവും. ഇതേ അത്ര പബ്ലിക്കാണ് വിളിക്കുന്നുണ്ടാവും. അറിയാം ചേട്ടാ, ഇവിടെ എത്തിയതിനു ശേഷമാണോ ഈ വിവരം അറിഞ്ഞത്? ഓൺ ദ വെയിൽ അറിഞ്ഞു. നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു ഇതുകൊണ്ട് വാറ് ഓൺ ഗോയിങ് ആണെന്നുള്ളത്. പക്ഷേങ്കിൽ ഇപ്പം ഇത്രയും ഇതായത് ഇവിടെ വരുന്ന ഓൺ ദ വെയിൽ അറിയുന്നു. ഏതാണ് വിമാനം? എത്ര മണിയാണ് സമയം? എയർ അറേബ്യ. എത്ര മണിയുടെ? 7:35 എൻ്റെ ടിക്കറ്റ് 7:35 ആ ടൈം 7:35
അതായത് മഹേഷ്, ഇവിടെ എത്തിയിട്ടുള്ള യാത്രക്കാരെല്ലാം തന്നെ ഇദ്ദേഹം വരുന്ന പത്തനംതിട്ടയിൽ നിന്നാണ്. അതായത് അവിടെ നിന്ന് വരുന്ന വഴിയാണ് ഇദ്ദേഹം ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയത്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തു പറയാനാണ് ഇവരോട് എന്നുള്ളതാണ് ആ യാത്രക്കാരനായിട്ടുള്ള ചേട്ടൻ നമ്മളോട് ചോദിക്കുന്നത്. അതായത് അവരടുത്ത് സംസാരിക്കുന്ന സമയത്തും, അതായത് ഈ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം അവർക്കറിയാം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളത്. അവരും പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ള രീതി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു നല്ല സമീപനമാണ് എന്നുള്ളതാണ് ഇവരെല്ലാം പറയുന്നത്. ആ സാഹചര്യം ഉൾക്കൊണ്ട് കണ്ടാണ് ഈ യാത്രക്കാരെല്ലാം നിൽക്കുന്നത്. എന്തുണ്ടെങ്കിൽ പോലും ഇവരെല്ലാം തന്നെ അവിടെ എത്തിച്ചേരേണ്ട, ഒരു സ്ഥലത്ത് എത്തിച്ചേരേണ്ടവരാണ്. അത്തരത്തിൽ ബുദ്ധിമുട്ടിയത് എന്തായാലും തിരുവനന്തപുരം ഈ വിമാനത്താവളത്തിലുള്ളത് അത്തരത്തിൽ ഒരുപാട് യാത്രക്കാരാണ് മഹേഷ്. യെസ്, ഞങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു എന്നാണ് അവിടെയുള്ള യാത്രക്കാരും പ്രതികരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാനില്ല, നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ തിരുവനന്തപുരത്തെ വിവരങ്ങൾ പറഞ്ഞു, കോഴിക്കോട്ടെ വിവരങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സിയാലിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് വരുന്നു. അവിടെ ക്യാൻസൽ ചെയ്ത ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത് 6C1323 ദോഹയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. 6C1475 ദുബായ് എയർപോർട്ടിലേക്കുള്ള 6:20 യാത്ര തിരിക്കേണ്ട ഫ്ലൈറ്റ് അവിടെ റദ്ദ് ചെയ്തിരിക്കുന്നു. 6C1517 റാസൽ ഖൈമയിലേക്ക് പോകേണ്ട, ഇന്ന് രാത്രി 9:50 റാസൽ ഖൈമയിലേക്ക് പോകേണ്ട വിമാനം റദ്ദ് ചെയ്തിരിക്കുന്നു. 6C1403 ആ ഫ്ലൈറ്റും റദ്ദ് ചെയ്തിരിക്കുന്നു. റാസൽ ഖൈമയിലേക്കുള്ള മറ്റൊരു ഫ്ലൈറ്റ് നാളെ പുലർച്ചെ പോകേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6C1518 എന്ന ഫ്ലൈറ്റ്, അതുപോലെ തന്നെ 6C1476 ഇത്രയും ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മറ്റ് ചില ഫ്ലൈറ്റുകളുടെ ഓപ്പറേഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്നു, ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റുകളുടെ എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അപ്പോൾ